ആശ്രജിത്തിലേക്ക് കൂടി ഇത് പോയി വരാം. ആശ്രജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ആശ്രജിത്ത്, എന്തൊക്കെയാണ് ഇനി പാർട്ടിയിൽ നടക്കാൻ പോകുന്നത്? നമുക്കറിയാവുന്നതുപോലെ പാർട്ടിയുടെ സമ്മേളന കാലയളവാണ്. PCCക്കെതിരെ നടപടി വേണ്ട എന്ന് തത്വത്തിൽ തീരുമാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സമ്മേളന കാലയളവ് കഴിയുന്നതോടുകൂടി പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടുമോ എന്നതാണ് ചോദ്യം. പക്ഷേ അപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഈ പി ശശിയുടെ കണ്ണൂർ രാഷ്ട്രീയം, പി ജയരാജനുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും അദ്ദേഹത്തിൻ്റെ നീരസവും അദ്ദേഹത്തെ പുറത്തു നിർത്തിയപ്പോൾ കണ്ണൂർ ജില്ല മുഴുവൻ അടക്കിവാണ് പി ജയരാജൻ. ആ പി ജയരാജൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇതിന് പിന്നിലുണ്ട് എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ടായിരുന്നു, നമ്മൾ തുറന്നു പറഞ്ഞാൽ. അപ്പോൾ ഒരു വിഭാഗം അവിടെ വളരെ ശക്തമായി പി ശശിക്കെതിരെ ഉണ്ട് എന്ന ചില അഭ്യൂഹങ്ങളുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണ്? ഈ സംസ്ഥാന കാലയളവ്, ഈ പാർട്ടിയുടെ അടുത്ത 24ാം കോൺഗ്രസ് കഴിയുന്നതോടുകൂടി പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സാധ്യതയുണ്ടോ? കാരണം മറ്റെല്ലാ നേതാക്കളെക്കാളും കൂടുതൽ ശക്തിയാർജിച്ചു വരികയാണ് പി ശശി എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. ആശ്രജിത്ത്, അരുൺ, കണ്ണൂർ ജില്ലയിലെ CPIMനകത്ത് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കാണുന്ന ചില CPIMൻ്റെ അച്ചടക്ക നടപടികളും ഈ പോലീസുമായി ബന്ധപ്പെട്ടുയരുന്ന ആക്ഷേപങ്ങളും എന്ന തരത്തിലുള്ള പ്രചരണം വളരെ ശക്തമാണ്. അതിൽ ഏറെക്കുറെ ചില കാര്യങ്ങൾ വസ്തുതയുണ്ട് താനും. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയിൽ ഏറ്റവും ജനപ്രിയതയുള്ള, അല്ലെങ്കിൽ പാർട്ടി അണികൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യതയുള്ളത് പി ജയരാജനാണ്. മറ്റ് നേതാക്കന്മാർക്ക് ആർക്കും അത്രയും പാർട്ടിക്കകത്ത്, പാർട്ടി അണികൾക്കിടയിൽ വലിയ സ്വാധീനമില്ല. എന്നാൽ പി ജയരാജൻ നിരന്തരം പാർട്ടിക്കകത്ത് ഒതുക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള ചില പരാതികളും മറ്റുമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി സമ്മേളനങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ പ്രതിഫലനം പാർട്ടി കമ്മിറ്റികളിലും പാർട്ടി സമ്മേളനങ്ങളിലും ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പോൾ കണ്ണൂരിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് അടിയന്തരമായി പി ജയരാജനെതിരെ നടപടിയെടുക്കുന്നതിനടക്കം വന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ കണ്ണൂർ പാർട്ടിയിൽ ഒരു റിവോൾട്ട് ഉണ്ടാകും എന്ന് CPIM നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു. പഴയതുപോലെ പിണറായി വിജയൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിൽക്കുന്ന സംഘടനാ സംവിധാനമല്ല കണ്ണൂരിലെ പാർട്ടിക്കകത്തുള്ളത്. അവിടെ സ്വീകാര്യത കൂടുതൽ പി ജയരാജനാണ്. അത് നേതൃത്വം തിരിച്ചറിയുന്നു. അപ്പോൾ പാർട്ടി സമ്മേളനത്തിന് മുമ്പ് തൻ്റെ, അതായത് പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഒരു അതീശത്വം ഉറപ്പിക്കുന്നതിനുള്ള നടപടികളായി കൂടി ഇപ്പോഴത്തെ പി ജയരാജനെ നടപടിയെ കാണുന്ന CPIM നേതാക്കന്മാർക്ക് തന്നെയുണ്ട്. അതാണ് ഒരു പ്രശ്നം. എന്നാൽ തൽക്കാലം ഈ കാര്യത്തിൽ പി ശശിയെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിനെതിരെയുള്ളൊരു നടപടിയിലേക്ക് വരുമോ എന്ന കാര്യം സംശയമാണ്. പി ശശിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങളൊന്നും ഗുരുതര ഉള്ളതല്ല എന്നാണ് ഗുരുതര സ്വഭാവത്തിലുള്ളതല്ല എന്നാണ് സർക്കാരിൻ്റെയും മറ്റും വിലയിരുത്തൽ. കാരണം ഒരു സൂപ്പർവൈസറി ലാപ്സസ് മാത്രമാണ് അദ്ദേഹത്തിൽ ആരോപിക്കുന്നതെന്നാണ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം PV അൻവർ നേരിട്ട് പി ശശി അറ്റാക്ക് ചെയ്യുന്നില്ല. MR അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ്. MR അജിത് കുമാറും പി ശശിയും തമ്മിലൊരു ധാരണയുണ്ടെന്നും അതിൻ്റെ പുറത്താണ് ഈ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാത്തതും MR അജിത് കുമാറിൻ്റെ കരുത്തു കൊടുക്കുന്നത് പി ശശിയാണ് എന്നതിലേക്ക് മാറ്റുകയാണ്. കാരണം അതിലൊരു തന്ത്രപരമായ നീക്കം കൂടിയില്ലേ സുജിത്? കാരണം മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്താതെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലുള്ള ക്രമസമാധാനത്തിൻ്റെ ചുമതല പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് എന്ന് ദിശ തിരിക്കുന്നത് വഴി മുഖ്യമന്ത്രിയെ സേഫാക്കി നിർത്തുകയും പി ശശിയെയും MR അജിത് കുമാറിനെയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുക എന്ന ഒരു തന്ത്രമാണ് PV അൻവർ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ പാർട്ടിയിൽ അത് വിശ്വസിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി വരും. കാര്യം പല കാര്യങ്ങളും പി ശശിക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. പി ശശി മുഖ്യമന്ത്രി അറിയിക്കാതെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തതായി നമ്മളുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടുമില്ല. പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമാണ് പി ശശി ചെയ്തിട്ടുള്ളതെന്നാണ് പി ശശിയോട് ഒപ്പം നിൽക്കുന്നവർ പറയുന്നത്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ PV അൻവർ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടാലും എത്രമാത്രം ഈ കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയൻ കൈവിട്ടില്ലെങ്കിൽ പി ശശിക്ക് ആ സ്ഥാനത്ത് തന്നെ തുടരാമല്ലേ? തീർച്ചയായും പിണറായി വിജയൻ്റെ സെലക്ഷനാണ് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. 2021 CPIMൻ്റെ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിലാണ് പി ശശി, ആ സമ്മേളനത്തിലാണ് പി ശശി വീണ്ടും നേതൃനിരയിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ തിരിച്ചു വരുന്നത്. അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നിയമനത്തിലായിരുന്നു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയുടെ ചുമതലക്കാരനായി കണ്ണൂർ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രധാന സംഘാടകനായിരുന്നു പി ശശി. അതിനുശേഷമാണ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിതനായി തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ പിണറായി വിജയൻ നിശ്ചയിച്ച് തീരുമാനിച്ചുറപ്പിച്ചാണ് പി ശശിയെ കൊണ്ടുവന്നത്. അതിനു മുമ്പ് പുത്രത്ത് ദിനേശനായിരുന്നു. അദ്ദേഹം ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത്രത്തോളം വലിയ മെയ്വഴക്കമുള്ള ആളല്ല, ഭരണ സംവിധാനത്തിൽ പ്രവർത്തിച്ച് വലിയ തോതിൽ പരിചയമുള്ള ആളല്ല. അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് ശിവശങ്കർ വിവാദങ്ങളെ തുടർന്നാണ് ദിനേശനെ മാറ്റണമെന്ന തരത്തിലുള്ള അഭിപ്രായം പാർട്ടിക്കകത്ത് ശക്തമായി. ദിനേശിനെതിരെയും സമാനമായ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ആരെയും സംരക്ഷിക്കുന്ന സമീപനക്കാരനോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഇനാക്റ്റീവ്നെസ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട
ബന്ധപ്പെട്ട ഒരു വിമർശനമായി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത്. എന്നാൽ ശശി അതല്ല, അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്, സജീവമായി കാര്യങ്ങൾ ഇടപെടുന്ന ആളാണ്. ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ ഈ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പി വി അൻവർ ഒരു സൂപ്പർവൈസറി ലാപ്സസ് അല്ലാതെ മറ്റെന്തെങ്കിലും ഗുരുതരമായ ഒരു ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടില്ല. എന്നാൽ പോലീസിൻ്റെ പ്രവർത്തനത്തെ പറ്റി എല്ലാ കാലത്തും പാർട്ടിക്കകത്ത് ശക്തമായ വിമർശനമുണ്ട്. പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ആൾ അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശം നൽകുന്ന ആളെന്ന നിലയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എല്ലാ കാലത്തും ആക്ഷേപങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ഥിതിയുമുണ്ട്. അത് CPM ഭരണത്തിൽ എല്ലാ കാലത്തും പതിവാണ്. അപ്പോൾ ഈ ശശിക്കെതിരെ വന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനം തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ മുഖ്യമന്ത്രിക്ക് മാത്രം തീരുമാനിച്ച് ശശിയെ നിലനിർത്താനോ ശശിയെ ഒഴിവാക്കാനോ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ CPIMൻ്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലില്ല എന്നതുകൂടി ഓർക്കണം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മറ്റും നടക്കുന്ന ചർച്ചയിൽ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ കൂടി ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. CPIMൽ പുതിയ പവർ ഗ്രൂപ്പുകൾ, ശാക്തിക ചേരികൾ ഉണ്ടാകാൻ പോകുന്നു. സമ്മേളനവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങൾ അതിൻ്റെ വ്യക്തത കൂടുതൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് EP ജയരാജനെതിരെയുള്ള നടപടി ഇത്തരത്തിൽ എടുക്കപ്പെട്ട് കൈകാര്യം ചെയ്തത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും പ്രചരണങ്ങളും CPIMനകത്തുണ്ട്. താങ്ക് യു ശ്രീജിത്ത്. ശ്രീജിത്താണ് എന്താണ് സാധ്യതകൾ, ഇതിന് പിന്നിലെ രാഷ്ട്രീയ സാധ്യതകളാണ് ശ്രീജിത്ത് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. റോഷൻ